വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ്. ഐ എം ശരണ്യ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ കേരളത്തിലെ സിനിമാ പ്രേക്ഷകരെ ഒന്നടങ്കം എൻജോയ് ചെയ്യിച്ചും അതുപോലെ തന്നെ പുതിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന മാർക്കോ എന്ന മൂവിയുടെ ഒരു ക്വിക്ക് റിവ്യൂ പറയാനായിട്ടാണ്. ഹനീഫ് അദീനിയുടെ ഡയറക്ഷനും അതുപോലെ ഷെരീഫ് മുഹമ്മദ് ക്യൂബ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്ത മൂവിയാണ് മാർക്കോ. ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സായിട്ട് എത്തിയിരിക്കുന്നത് ഉണ്ണി മുകുന്ദൻ, സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു, നമ്മുടെ ഷമി തിലകൻ്റെ മകനായിട്ടുള്ള അഭിമന്യു, ആൻസൺ പോൾ തുടങ്ങിയവരാണ്. ശരിക്കും ഒരു പവർ പാക്ക് മൂവിയാണ് മാർക്കോ. ഇതിൻ്റെ ഒരുപാട് ചർച്ചകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു സിനിമയെ പറ്റി. ഉണ്ണിമുകുന്ദൻ ലവേഴ്സിനും ഉണ്ണിമുകുന്ദൻ ഹേറ്റേഴ്സിനും ഒരേപോലെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി തന്നെയാണ് മാർക്കോ. ശരിക്കും ഇത് നമുക്ക് കുട്ടികളെയും കൊണ്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. വയലൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എ സർട്ടിഫിക്കറ്റ് മൂവിയാണ്. അതുപോലെ തന്നെ പക്ഷേ വയലൻസ് അതുപോലെ ആക്ഷൻ മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഇതിനകത്ത് കുറച്ച് വയലൻസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് പോലെ വയലൻറ്റ് ആയിട്ടുള്ള ആക്ഷൻ രംഗങ്ങൾ അല്പം കൂടുതലാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ തീർച്ചയായും മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ആക്ഷൻ മൂവികൾ കണ്ടിട്ടുണ്ട്, വയലൻസ് മൂവികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും അധികം വയലൻസും ആക്ഷനും ഒരുമിച്ച് വന്നിരിക്കുന്ന മറ്റൊരു മൂവി ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രോളിലൊക്കെ കാണുന്നത് പോലെ ദൈവങ്ങളുടെ കൂടെ ഇരുന്ന ഉണ്ണി മുകുന്ദനെ ഇപ്പോൾ മുത്തശ്ശിമാർ നീയാണോ ഉണ്ണി ഇത് എന്ന് ചോദിക്കും, നമ്മൾ ട്രോള് കണ്ടു. അപ്പം അതുപോലെ ഒരു ഉണ്ണി മുകുന്ദൻ്റെ വേറിട്ട മുഖം തന്നെയാണ് മാർക്കോ എന്ന സിനിമയിൽ കാണുന്നത്. ഉണ്ണി മുകുന്ദൻ എന്ന ബോഡി ബിൽഡറെ നന്നായി യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് മാർക്കോ. വളരെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ വയലൻസ് രംഗങ്ങളാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടും പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ തീർച്ചയായിട്ടും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിൻ്റെ എഡിറ്റിങ് അതുപോലെ ക്യാമറ വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരുപാട് ട്രോളുകളല്ലാതെ നെഗറ്റീവ് ആയിട്ടുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ശരിക്കും മലയാള സിനിമയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു ആക്ഷൻ മൂവി തന്നെയാണ് മാർക്കോ. തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ മറ്റൊരു ചേഞ്ച്, മാളികപ്പുറത്തിന് ശേഷം 2-3 സിനിമകൾ വന്നു, നല്ല സിനിമകൾ വന്നിരുന്നെങ്കിൽ പോലും മാളികപ്പുറത്തിന് ശേഷം ഉണ്ണി മുകുന്ദൻ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി എന്ന് തന്നെ പറയാം. ഏകദേശം കഴിഞ്ഞ 3 ദിവസത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചില ബാക്കി മുടക്ക് മുതൽ തീർച്ചയായും തിരികെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. മറ്റ് ചില സിനിമകൾക്ക് ഒരു ഭീഷണി ആയിക്കൊണ്ട് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 50 crore അല്ലെങ്കിൽ ഒരു 100 crore കയറട്ടെ. 50 crore തീർച്ചയായിട്ടും എത്തും, നമുക്കറിയാം. ഇപ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ തന്നെ മുടക്ക് മുതൽ തിരിച്ച് കിട്ടുമ്പോൾ 30 കോടിയായിരുന്നു ഇതിൻ്റെ ബഡ്ജറ്റ് കണക്കുകൾ പ്രകാരം. അപ്പോൾ ഇത് തീർച്ചയായും 50 കോടിയിലേക്ക് ഉടനെ എത്തും. 100 കോടിയിലേക്കും എത്താനാവട്ടെ. മലയാള സിനിമയ്ക്ക് മറ്റൊരു 100 കോടി ക്ലബിൽ കയറാൻ ഉണ്ണി മുകുന്ദന് സാധിക്കട്ടെ എന്ന്, ഉണ്ണി മുകുന്ദനും അതുപോലെ തന്നെ ഡയറക്ടർ, പ്രൊഡ്യൂസർ അവരുടെ ടീമിന് സാധിക്കട്ടെ, മാർക്കോ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും സിനിമ കണ്ടിട്ടില്ലാത്തവർ, വയലൻസ് മൂവി, ആക്ഷൻ മൂവി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കാണുക. നമ്മൾ ടിക്കറ്റ് നമുക്ക് കിട്ടിയില്ല. ഒരു ദിവസം നമ്മൾ ആമസോൺ ത്രൂ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമുക്ക് ഓഫർ കിട്ടി, ടിക്കറ്റ് ബുക്ക് ചെയ്തു. പിന്നെ ഒന്നുകൂടെ കാണാനായിട്ട് പോകാനായിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ വിജയിക്കുന്നു എന്നതിനുള്ള ഉദാഹരണം തന്നെയാണ് പല സ്ഥലത്തും ഹൗസ്ഫുൾ ആയിട്ടുള്ള ബോർഡുകൾ. തീർച്ചയായിട്ടും ടീമിന് ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ പുതിയ സിനിമകൾ വരട്ടെ, മലയാള സിനിമയ്ക്ക് പുതിയ മുഖങ്ങൾ വരട്ടെ. മറ്റ് സിനിമാ പ്രേമികൾ, മറ്റ് ഭാഷയിലെയും സിനിമാ പ്രേമികൾ ഈ സിനിമകളെ, നമ്മുടെ മലയാള സിനിമകളെ നോക്കി കാണട്ടെ, നമ്മുടെ സിനിമകളിൽ നിന്ന് പഠിക്കട്ടെ. നമുക്കതിനുള്ള ഒരു പ്രൗഡ് മൊമെൻറ്റ്സ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് അഹാൻ എൻ്റർടൈൻമെൻറ്റ്. സീ യു ഇൻ അനദർ